ഹായ്, എല്ലാവർക്കും മ്യൂസിക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹാരിസ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. റിയൽമി C1 എന്ന മോഡലാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്കിതിന് 7499 രൂപയായി. ഓഫർ പ്രൈസാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെയും ഇതേ സ്പെക്കിൽ വരുന്ന വേറെയും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോണുകൾ. എങ്കിലും ഇതിന് എനിക്ക് ഒന്ന് രണ്ട് കാരണം, മെയിനായിട്ട് നമ്മുടെ യൂസേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഓരോരുത്തരുടെ യൂസേജിനനുസരിച്ചാണല്ലോ നമ്മൾ ഫോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ബേസിൽ നോക്കിയപ്പോൾ എനിക്ക് ഇത് കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് മൊത്തത്തിലൊന്ന് പറയാം. അതിനുശേഷം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ കുറച്ച് ദോഷങ്ങളുണ്ട്. അത് ഏത് ഫോൺ ആയാലും അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും, ദോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ദോഷങ്ങൾ നമ്മൾ എന്തായാലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യമായിട്ടാണ് ഡിസ്പ്ലേ ഞാനിത് ഇത് ജസ്റ്റ് നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തുറക്കുന്നു അല്ലെങ്കിൽ ബില്ല് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ആദ്യം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയാം. ഈ ഫോണിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു വിവരം നമുക്ക് കിട്ടണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 7499 രൂപയാണ് വന്നത്. പിന്നെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആണ്, കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് 6.2 ഇഞ്ചസ് ആണ്. 1520x720 പിക്സലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് കോർണിംഗ് ഗ്ലാസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. പക്ഷേ പല റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ സ്ക്രാച്ചൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഫോണ് ഇതിൻ്റെ ഫോണിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സ്ക്രീൻ കാർഡ് അവർ തരുന്നുണ്ട്. സാധാരണ രീതിയിലൊരു കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ കാർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം തന്നെയല്ല. അപ്പോൾ ഇവർ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഇതുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. ഗൊറില്ല ഗ്ലാസ് അല്ലെങ്കിൽ കൂടി നമ്മുടെ ഫോണ് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ ഒക്ടാ കോർ 1.8 GHz പ്രോസസ്സറാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ മെമ്മറി ഞാൻ മേടിച്ചിട്ടുള്ളത് 32 GB, അതുപോലെ 2 GB റാം അങ്ങനെയാണ് വരുന്നത്. ഇൻബിൽറ്റ് 32 GB 2 GB റാമും. ഇതിൻ്റെ തന്നെ 16 GB 2 GB ഉണ്ട്. ഇതിന് 6999 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ 32 GB 3 GB അവൈലബിൾ ആണ് ഇതിന്. അതിന് ഒരു 1000 രൂപ കൂടെ കൂടും, 8499 രൂപ വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമുക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാം. 256 GB വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ക്യാമറയാണ്. ഈ ഒരു കാര്യത്തിലാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് പറയാനുള്ളത്. ക്യാമറ, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലാണ് ഉള്ളത്. 5 മെഗാപിക്സൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതായത് ലൈറ്റ് ഇല്ല, ലോ ലൈറ്റ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറവ് തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ക് ക്യാം എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമാണ്. 13 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമാണ്. അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ലോ ലൈറ്റ് ആണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ലൈറ്റുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് വീഡിയോസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനൊക്കെ വളരെ നല്ലൊരു ഫോണാണ്. ലൈറ്റ് ഉള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ. ലൈറ്റ് കുറവുള്ള കണ്ടീഷനാണെങ്കിൽ ഈ രണ്ട് ക്യാമറയും അത്ര നല്ലതല്ല എന്ന് തന്നെ പറയാം. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഫോണിൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററി എന്ന് പറയുന്നത് 4230 mAh ബാറ്ററിയാണ്. സാധാരണ രീതിയിൽ ഈ ഒരു 6.2 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളൊരു ഫോണിന് സാധാരണ രീതിയിൽ ഇത്ര വലിയ സൈസുള്ളൊരു ബാറ്ററി സാധാരണ രീതിയിൽ വരാറില്ല.
അപ്പോൾ ഇത് എന്താ വെച്ചാൽ നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ ഫോണ്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അത്യാവശ്യം 3 ദിവസത്തോളം 3-3.5 ദിവസത്തോളം, കാരണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1.5 ദിവസമൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത രീതിയിൽ നോർമലി നമ്മളെ കോളിങ്ങും അതുപോലെ തന്നെ വൈഫൈ യൂസേജും ഒക്കെ ഉണ്ട്, ഫുള്ളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 3-3.5 ദിവസത്തോളം നമുക്ക് ഇതിൻ്റെ ബാറ്ററി കിട്ടുന്നുണ്ട്. 3 ദിവസം എന്തായാലും കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് പിന്നെ അത് ഓരോരുത്തർ യൂസിനനുസരിച്ചാണ്. ഞാൻ ഉപയോഗിച്ചതനുസരിച്ച് എനിക്ക് ഏകദേശം 3 ദിവസത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു നല്ലതുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മൈനസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബാറ്ററി 4230 mAh ആണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനും സ്വാഭാവികമായിട്ട് എന്ത് വേണം, ചാർജ് ചെയ്യാനും കൂടുതൽ സമയം എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ചാർജർ ഇപ്പോൾ നേരത്തെ കണ്ടില്ല, ആ ചാർജർ എന്ന് പറയുന്നത് 5 വോൾട്ട് പിന്നെ 1 ആംപിയർ ചാർജാണ്. 1 ആംപിയർ ആണ്, ആകെ 1 ആംപിയർ കറണ്ടേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു ഫുള്ളായിട്ട് ചാർജ് ആവാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5-4 മണിക്കൂറോളം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ചാർജ് ആവുക എന്നുള്ളൊരു സംഭവം ഇതിൽ നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു ചാർജിങ്, പിന്നെ ഇങ്ങനെ ഒരു ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യാനും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതിന് പകരം നമുക്ക് പിന്നെ കറണ്ട് കൂടിയ ചാർജറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ച് സൈസ് കൂടിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ കുറച്ച് ആംപിയർ കുറഞ്ഞ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം ബാറ്ററി ലൈഫ് കൂടുതൽ കാലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കറണ്ട് കുറഞ്ഞിട്ടുള്ള ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാർജിങ് ടൈം നമ്മുടെ ഇതിനനുസരിച്ച് അറേഞ്ച് ചെയ്യണം. 4 മണിക്കൂർ ഇപ്പോൾ ഏകദേശം 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മതിയല്ലോ. കാരണം അത്യാവശ്യം ചാർജ് നിൽക്കുന്ന ഫോണായതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. ബൂട്ടിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് ഉണ്ട്, പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു കളറല്ല ശരിക്കും റിയൽമി എന്ന് എഴുതി വന്നേക്കുന്നത്. ശരിക്കും അത് വേറൊരു കളറാണ്, പക്ഷേ ക്യാമറയിൽ വന്നപ്പോൾ വൈറ്റ് കളറായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അതിൻ്റെ നമ്മുടെ പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അതുപോലെ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസാണ് ചോദിക്കുന്നത്, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ലോക്ക് ഉണ്ട്. നമ്മുടെ ഫേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോക്ക് വയ്ക്കാൻ പറ്റും. ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഡ്യുവൽ സിമ്മാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 8.1 ആണ്, ഓറിയോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് 4.2 ആണ്. GPS അതുപോലെ 2 കളർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഡീപ്പ് ബ്ലാക്കും അതുപോലെ ഓഷ്യൻ ബ്ലൂ. 2G 3G 4G അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. 75.6 × 8.2 × 156.2, അതായത് 6.2 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. 168 ഗ്രാം ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം, കയ്യിൽ നിന്ന് വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള കവറ് കിട്ടും. പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് മേടിച്ചിടാവുന്നതാണ്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു വളരെ നൈസായിട്ടുള്ളൊരു സ്ക്രാച്ച് കാർഡാണ്. അത് മാറ്റിയിട്ട് നമുക്ക് കുറച്ചൊരു ടെമ്പേർഡ് ഗ്ലാസ്, എഡ്ജ് ടു എഡ്ജ് ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഫോണിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇതെന്തായാലും ഡിസ്പ്ലേ ഇപ്പോൾ ഡയറക്റ്റ് ആ ഡിസ്പ്ലേ ഇടിച്ചാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസ്പ്ലേ പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും. അപ്പോൾ ഏത് ഫോണാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ കണ്ടില്ലേ, ക്യാമറ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര അതായത് വെളിച്ചം വളരെ കുറവുള്ള കണ്ടീഷനിൽ മാത്രമാണ് കുറച്ച് പെർഫോമൻസ് കുറവെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാത്ത കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വീഡിയോ അതുപോലെ ഇതിപ്പോൾ അല്ലേ ലെങ്തി ആയിട്ടുള്ള ഫോട്ടോ എടുക്കാനും അങ്ങനെ പോർട്രേറ്റ് മോഡ്, അങ്ങനെ കുറച്ച് മോഡ്സൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ റിയൽമി C1 എന്ന ഫോണിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ സ്പെസിഫിക്കേഷനും അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് പിന്നീട് ഇടാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.